അറിയില്ല, ഇവിടെ കൗണ്ടറുണ്ട്, അവിടെ മേടിച്ചാൽ മതി. ശരി. ആരെങ്കിലും വന്നോ? ഞാൻ അവിടെ വന്നിട്ട് കുറേ നേരം ആരെയും കണ്ടില്ല. സംഗതി മാറുമോ? അങ്ങനെ മാറിയാൽ ശരിയാവും. അവരാരെ? അത് നമ്മുടെ മരിച്ചുപോയ ഫോട്ടോഗ്രാഫർ രഘുവില്ലേ, അവൻ്റെ അച്ഛനമ്മയാണ്. നമ്മളിതൊക്കെ തീരുമാനിച്ചതല്ലേ? നിങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിന് ഉണ്ടായതല്ലേ? ഞാനതിനെന്തെങ്കിലും പറഞ്ഞോ? അവൻ്റെ പേരറിയോ അവർക്ക്? ഞാൻ അവിടെ ഉണ്ട്. ഒരു കട കാശ് മതി. ഒരു ലോട്ടറി എടുക്കും മോനെ. വേണ്ടേ ഒരു ഭാഗ്യദേവത ഒരു ലോട്ടറി എടുക്കും മോനെ. എടുക്കുമായിരുന്നോ? ഒരു നിവൃത്തിയില്ല. സുഖം. ഒരു ചായ. മോന് ചായ വേണോ? പറഞ്ഞിട്ടുണ്ട്. ചായ നമ്മളെല്ലാരും വരാൻ വെയിറ്റ് ചെയ്യണുണ്ടോ? ഈ അരവിന്ദന്റെ അടുത്ത് നിൽക്കുന്ന ആളില്ലേ, ആളെ മറത്തിയില്ല. ബിന്ദുവിന്റെ ആളെ എനിക്ക് അറിയാവുന്നതാന്നേ. ഇല്ലെന്നാവണോ? നേരെ ഷോപ്പിലേക്ക് പോയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ടോ? അരവിന്ദ് അവിടെ ഉണ്ട്. അരവിന്ദൻ വിളിക്കണുണ്ട്. ഒരു ടിക്കറ്റ് എടുത്ത് 500 കഴിക്കും, ബാക്കി കിട്ടും. ഓൾറെഡി ഇത്ര പോലീസും തിരക്കൊക്കെ ഉണ്ട്. ഇതെന്ത് പ്ലാനിങ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി. നിങ്ങൾ വന്നേ. എന്തായി? രാകേഷും ജോസഫും വന്നിട്ടില്ല. ജോസഫ് വരില്ല, ഞാൻ വിളിച്ചിരുന്നു. ഈ രാകേഷിന് എന്താ പറ്റിയത്? അല്ല, നമ്മളൊരു 4 പേരെങ്കിലും അകത്ത് കയറാൻ വേണ്ടേ? ഈ സഖാവ് രവി പറഞ്ഞ പോലെ ഈ ജോസഫിനൊക്കെ ചുമക്കുന്നതിന് ബാലു ഇന്ന് ഈ പ്രോഗ്രാം നടന്നിരിക്കണം. നമ്മളെന്തായാലും ചെയ്തിരിക്കും. ജോസഫിന് പകരം ഞാനകത്ത് കയറട്ടെ? അല്ല, പുറത്ത് ഉസ്മാൻ ഉണ്ടല്ലോ. സഖാവിന് ഓക്കെ ആണോ? ഞാനോക്കെയാണ്. എന്തിനും ഓക്കെ ആണല്ലോ. രാകേഷിനെ നോക്കാം. സമയം 10 കഴിഞ്ഞല്ലേ? ഇനി ഞാൻ നിൽക്കണ്ട, പോയിക്കോ. ഞാൻ നിൽക്കാം, ഉസ്മാനുണ്ടല്ലോ. അതല്ല, നമ്മൾ ഒരുമിച്ചിരിക്കണത് ആരും അറിയണ്ട. ഇനി പൊക്കോ. വല്ലാത്തൊരു വൈകലായി പോയി കേട്ടോ സഖാ. ഒന്ന് പറയണ്ട സഖാ. ജോസഫില്ല, പകരം ഞാനാ കയറുന്നത്. ബാലു ദേശത്തിലാണോ? അല്ല, ആ മരത്തിൻ്റെ അവിടെ ഉണ്ട്. അവിടെ ഇനി അവിടെ തന്നെ കേട്ടോ. എവിടെ? ഉറങ്ങിപ്പോയി. എണീറ്റ് കോയമ്പത്തൂരാ. സാധനങ്ങളൊക്കെ എടുക്കണ്ടോ? പക്ഷെ അസംബ്ലി ചെയ്യാൻ സമയം കിട്ടിയില്ല. ഉള്ള പറയാമല്ലോ. ഇനിയിപ്പോൾ എപ്പോൾ ചെയ്യാനാ? ശരിയാക്കാം. അകത്ത് കയറിയിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. തോക്കോ? ഒറ്റ കാര്യം, അനവസരത്തിൽ ആവേശം കാണിക്കരുത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
പേര്? രവീന്ദ്രൻ. സ്ഥലം? മണ്ണാർക്കാട്. കളക്ടർ എപ്പോൾ വരും? മുകളിൽ ചോദിച്ചാൽ മതി. നിനക്ക് ഈ തോക്ക് ശരിക്കും ഉപയോഗിക്കാറിയോ? പിന്നെ അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫീ ഇതുവരെ വിളിച്ചിട്ട് പുറത്ത് നോക്കിയാൽ പറയാം. സാറ് വരുമല്ലോ അല്ലേ? അതെ, കളക്ടർ എത്തിയ. കളക്ടർ വന്നിട്ടില്ല. അയ്യോ, അതെ, എനിക്കൊരു പരാതി എഴുതരോ? അവിടെ ഒരാളെ കണ്ട പുള്ളി എഴുതി തരും. നിനക്കെന്താ എഴുതിയാല്? അല്ല, നിനക്കെന്താ എഴുതിയാല്? നീ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടന്ന നീ ഗുണത്തിന് വേണ്ടി അല്ല മോനെ. നിന്നോട് എത്ര പ്രാവശ്യം പറയണം? കുഞ്ഞൊന്നും മിണ്ടായി, ഇത്തിരി ഓർമ്മ കുറവുണ്ട്, അതാണ്. കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? നീ ആരെ തോപ്പിക്കാനാ ഈ നടക്കുന്നത്? ഹലോ, ശ്രദ്ധിക്കുക. കളക്ടർ ഇന്ന് വേറൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് BDO ഓഫീസ് സന്ദർശനത്തിലാണ്. അപ്പം ഇനി എല്ലാവരും നാളെ വന്നാൽ മതി. നാളെ ഉണ്ടാവും. മോനെ, അതെ, ആ പരാതി ഞാൻ പറഞ്ഞ ഒന്ന് എഴുതരും. ഇതാട്ടെ, ഈ പേപ്പർ ഞാൻ ഇതേ ഒന്ന് എഴുതന്നാലേ, ഇത് ഒന്ന് എഴുതന്നാൽ മതി. ഞാൻ ഇത് പറഞ്ഞുതരാം. ഓ, എന്തു പറ്റി? ആളിന്ന് വരില്ല. നീ പോയില്ലേ? നിങ്ങളെന്താ തിരിച്ചു പോകുന്നത്? എന്നോട് പോകാൻ പറഞ്ഞു. കുട്ടി കാര്യം പറയും. കളക്ടർ എന്ന സ്ഥലത്തില്ല. അപ്പൊ ആറ് 8 3 2 1 7. ആ, ഞാൻ ഉസ്മാനാ. മെമ്മോറണ്ടം കൊടുക്കാൻ പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. ആ ഇവിടെ ഒപ്പിട്ട്. ഉറപ്പില്ല. ആ സംഭവം നാളെ ഒന്ന് വന്ന് കാണാതിരിക്കും നല്ലതല്ലേ? അവിടെ കൊടുത്താൽ മതി. നിനക്ക് ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി വെച്ചൂടെ മോനെ? ഇതൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫാഷൻ. ഫാഷൻ അത് നീയാണോ തീരുമാനിക്കേണ്ടത്? നാളെ മോണ്ടാവും അവിടെ. എന്നെ നോക്കണ്ട, ആരോടും വഴക്കുണ്ടാക്കരുതിന്. പോട്ടെ. നിങ്ങളെല്ലാരും വീട്ടിലേക്ക് പോരല്ലേ? അതുകൊണ്ടോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കാണുന്ന പോലും സേഫ് അല്ല. കാര്യങ്ങൾ തീരുമാനിച്ചു. നമ്മളൊന്നുകൂടെ പ്രിപ്പയർഡ് ആകണം. ഇന്നത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ന് പരിപാടി നടക്കാത്തത് നന്നായി. ഇത് എത്ര ദിവസം വരെ പോവും? കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ശരിക്കും നമുക്ക് ആവശ്യം. അതിനുള്ള കാശൊന്നും നമ്മുടെ എല്ലാ പാലും. ക്യാമ്പ് ചെയ്യാനൊരു സ്ഥലം വേണ്ട.
മോഡലാണ് 12 ലക്ഷം കൂടും. അതന്നെ മതി. നമുക്കൊരു മണ്ണസവ് പോരെ? പോസ്റ്റ് നേരെ ഒരു ലൈൻ വലിച്ചെന്നാ മതി. അതൊന്നും നടക്കത്തൊന്നുമില്ല. എന്താ ഇതിപ്പോ എല്ലാരും ചെയ്യണ കാര്യല്ലേ? എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് മോഷണാണെന്ന് വെച്ചിട്ടാണോ? എന്തിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയണത്? എനർജിക്കുള്ള എന്തെങ്കിലും ഇനി ബൂസ്റ്റോ ഹോർലിക്സോ വേണം. എത്ര? അപ്പോൾ എല്ലാം കൂടി 50 രൂപ. ഈ ചീട്ടൊന്ന് നോക്കുവോ? എനിക്ക് നല്ല ടെൻഷൻ ഉപയോഗിക്കുന്നു. അമ്മ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും? വല്ല വെടിവെപ്പോ വല്ലതും ഉണ്ടാവുമെന്നാണ് എൻ്റെ പേടി. ആവശ്യത്തിനുള്ള അപ്പോൾ ശരി. എന്താ സാർ? എടാ രാകേഷ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സാർ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ഓർമ്മയുണ്ടാവും. നിന്നെ എവിടേക്കെങ്കിലും വെച്ച് കൂട്ടാൻ ഞാൻ വിചാരിച്ചിരുന്നാ. വണ്ടിയിൽ കയറി. ബാക്കി നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് സംസാരിക്കാം. അവരെ അറിയിക്കണ്ടേ? ഉസ്മാൻ കാര്യം ചെയ്യും. നേരെ ആ പടിയിലേക്ക് വിട്ടു. അവരെയും കൂട്ടി അവിടേക്ക് വിളിച്ചോളാം. ഈ പൊക്കം ഞാൻ ഇവരുടെ പുറകെ